ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്യുന്നു. എന്തൊക്കെ വിവരങ്ങൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ചോർന്നു കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ. SP ശശിധരൻ അവിടെ രാവിലെ തന്നെ എത്തിയ കാര്യം പറഞ്ഞിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നത്. പോറ്റിയെ പോറ്റിയവർക്ക് മനസ്സമാധാനം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുന്നു. വിവരങ്ങളുമായി ഷെബീദ് റാവുത്തർ തന്നെ ചേരുകയാണ്. ഷെബീദ്, വിശദാംശങ്ങൾ. ഏറ്റവും പുതിയ വിവരം നമുക്ക് കിട്ടുന്നത് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. SP ശശിധരന്റെ നേതൃത്വത്തിൽ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ ഈ ഇഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ മണിക്കൂറുകളിൽ ചോദ്യം ചെയ്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് ചോദ്യം ചെയ്യൽ എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും ഇന്നലെ പുലർച്ചയോടുകൂടി ഏതാണ്ട് ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷമായിരുന്നു അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയത്. പിന്നാലെ വീണ്ടും ഇഞ്ചക്കൽ ഓഫീസിലേക്ക് തിരികെ കൊണ്ടുവന്നു, ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു. ഈ സംഘത്തിലെ കൂടുതൽ ഉദ്യോഗസ്ഥരെത്തിയിട്ടാണ്. അതായത് ശബരിമല സന്നിധാനത്ത് SP ശശിധരന് മുൻപേ പോയി പരിശോധന നടത്തിയ ടീം അംഗങ്ങൾ, അതേപോലെ തന്നെ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടത്തിയ ടീം അംഗങ്ങൾ, അവർ കൊണ്ടുവന്ന രേഖകളടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ എത്തിച്ചാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ വീണ്ടും നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതൊരു പുതിയ വിവരമായി മാറുന്നുണ്ട്. മാത്രമല്ല ഇക്കാര്യത്തിൽ 7 മണിയോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതായിരുന്നു നിലവിൽ നമുക്ക് ആദ്യം ലഭിച്ചിരുന്ന വിവരം. എന്നാൽ അത് അങ്ങനെയല്ല, കുറച്ചുകൂടി വൈകും. കാരണം രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ ഈ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ആരംഭിച്ചു. ആ ചോദ്യം ചെയ്യൽ ഇപ്പോൾ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സുപ്രധാനമായി കഴിഞ്ഞ മണിക്കൂറുകളിലെ ചോദ്യം ചെയ്യലിൽ വ്യക്തത ആവശ്യമായിട്ടുള്ള വിവരങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. രേഖകളടക്കം, അതായത് ഈ പല സംഘങ്ങളെ തിരിഞ്ഞായിരുന്നു അന്വേഷണം. ആ സംഘങ്ങളിലെ മറ്റു ചിലർ കൂടി ഇവിടേക്ക് എത്തുന്നത് നമ്മൾ കണ്ടതാണ്. അവർ കൂടി എത്തിയ ശേഷം വീണ്ടും SP ശശിധരന്റെ നേതൃത്വത്തിൽ അടുത്ത ഘട്ട ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ 9:30 ശേഷം മാത്രമായിരിക്കും, 9 മണി 9:30 ശേഷമായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. അതായത് ഇന്നലെ അർദ്ധരാത്രി മടങ്ങിയ ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള SP ശശിധരൻ വീണ്ടും മടങ്ങിയെത്തിയത് അല്പസമയം മുൻപാണ്. അദ്ദേഹം വീണ്ടും പുറത്തേക്ക് പോയതിനു ശേഷം വീണ്ടും മടങ്ങിയെത്തിയിട്ടാണ് ഈ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ അന്വേഷണ ചുമതലയുള്ള H വെങ്കടേഷുമായി SP ശശിധരൻ രാവിലെ കൂടിക്കാഴ്ച നടത്തിയതായിട്ടുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക്, അടുത്ത നിർണായകമായ വിവരമെടുപ്പിലേക്കൊക്കെ അന്വേഷണ സംഘം പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ പത്തനംതിട്ടയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് അറ്റാച്ച് ചെയ്ത് കൊടുത്ത വാഹനങ്ങളിൽ പലതും അത് ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്കുണ്ട്. അപ്പോൾ ഈ സംഘങ്ങളിൽ പലതും ഇവിടേക്ക് മടങ്ങിയെത്തുന്നു. ഒരു പക്ഷേ തൊട്ടടുത്ത മിനിറ്റുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സംഘം റാന്നിയിലേക്ക് പോയേക്കാം. നേരിട്ട് റാന്നിയിലേക്ക് എത്തിക്കാനായിരിക്കും ഇവരുടെ നീക്കം നടക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.